और सर मुझे माफ करिएगा मगर आपका टोन जो है is not acceptable. We are colleagues, sir. You may be sitting on the chair. And I remember when I went to school. Jayaji, take your seat. And you say, my tone? No seat given to you. No, you don't have floor now. No, enough of it. Enough of it. No, enough of it. You can't have it. You may be anybody. You may be a celebrity. You have to understand the decorum. No, nothing doing. Nothing. No, not at all. I will not bear it. വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ രാജ്യസഭയിൽ അരങ്ങേറുന്നത്. സഭയിൽ അപമാനിച്ച അധ്യക്ഷൻ മാപ്പ് പറയണമെന്ന അസാധാരണ ആവശ്യവുമായി ജയാ ബച്ചൻ. സഭ നിയന്ത്രിക്കുന്നവരും സഭാ അംഗങ്ങളും തമ്മിൽ തർക്കങ്ങളും വാക്കുപോരുകളും ഒക്കെ ഉണ്ടാവുക അസാധാരണമായ സംഭവങ്ങളൊന്നുമല്ല. ജനാധിപത്യ രീതിയിൽ അതൊക്കെ സ്വാഭാവികമാണ്, സാധാരണമാണ്. എന്നാൽ ഇന്ന് രാജ്യസഭയിൽ അരങ്ങേറിയ സംഭവങ്ങൾ അത്ര സാധാരണമായിരുന്നില്ല. ഉപരാഷ്ട്രപതിയുടെ ടോൺ ശരിയല്ലെന്നും ഞാനൊരു കലാകാരി ആയതുകൊണ്ട് മറ്റുള്ളവരുടെ ബോഡി ലാംഗ്വേജ് വ്യക്തമായി മനസ്സിലാകുമെന്നും നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അത്ര ശരിയല്ലെന്നും താങ്കൾ ഒരു ചെയർമാനാണെന്നും ജയ ആരോപിച്ചു. അതോടെ ജഗദീപ് ധൻഖർ പ്രകോപിതനാവുകയായിരുന്നു. നിങ്ങൾ ഏത് സെലിബ്രിറ്റി ആയാലും സഭയുടെ ഡെക്കോറം പാലിക്കണമെന്ന് പറയുകയും തുടങ്ങി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സഭയിൽ പലവിധ കാഴ്ചകൾ അരങ്ങേറുകയായിരുന്നു. രാജ്യസഭ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയെ പറ്റി ഭരണപക്ഷത്തു നിന്നുള്ള കനിഷ്യാൻ തിവാരി പറഞ്ഞ പരാമർശങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത്. ആ പരാമർശങ്ങളിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ആ ആവശ്യം അംഗീകരിക്കാതെ പകരം ജഗദീപ് ധൻഖറുടെ ചേംബറിലേക്ക് ഇരുവരെയും വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു തീർത്തു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നാൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സഭയിലൊന്ന് പറയണമെന്ന് ഖാർഗെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടയിൽ ഖാർഗെയുടെ മൈക്ക് ഓഫ് ചെയ്തു. തുടർന്ന് ജയ ബച്ചനെ സംസാരിക്കാൻ വിളിക്കുകയായിരുന്നു. ജയ അമിതാഭ് ബച്ചൻ എന്ന് വിളിച്ച് അവരെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ തന്നെ അവിടെ ഒരു പ്രകോപനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. പിന്നീട് നടന്നതെല്ലാം സഭയിൽ സാധാരണ രീതിയിൽ അരങ്ങേറാത്ത തരം വാഗ്വാദങ്ങളായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് തന്നെ അപമാനിച്ചുവെന്നും സഭയ്ക്ക് പുറത്തു വന്ന് ഒരു അപ്പോളജി വേണമെന്നും ജയ ബച്ചൻ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. സത്യത്തിൽ ജയ അമിതാഭ് ബച്ചൻ എന്ന് വിളിച്ച് പ്രകോപിപ്പിച്ചതിന് പിന്നിലെ രാഷ്ട്രീയം മാത്രമല്ല, മറിച്ച് അതിനു മുൻപ് ഖാർഗെയുടെ മൈക്ക് ഓഫ് ചെയ്തതാണ് തന്നെ കൂടുതൽ വേദനിപ്പിച്ചതെന്ന് ജയ ബച്ചൻ പറഞ്ഞിരുന്നു. മാത്രമല്ല, ജയ ബച്ചൻ സഭയിലെത്തിയിട്ട് ഇത് 5ാമത്തെ ടേമാണ്, അത്ര സീനിയറാണ്. എന്നിട്ട് ഒരു സെലിബ്രിറ്റി എന്ന് മാത്രം പറഞ്ഞ് വിശേഷിപ്പിച്ചതും വിവാദമായിരുന്നു. അല്ലെങ്കിലും വിവാദങ്ങൾക്ക് കുറവില്ലാത്ത കാലമാണല്ലോ ഇപ്പോൾ. മുംബൈയിലെ ആചാര്യ മറാത്ത കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പുതിയ ഡ്രസ് കോഡ് എന്ന ആശയത്തിൽ ഹിജാബും തൊപ്പിയും ബാഡ്ജും ഒക്കെ നിരോധിച്ചുകൊണ്ട് പുതിയ സർക്കുലർ പ്രസിദ്ധീകരിച്ചത് വിവാദമായിരുന്നു. ആ ഉത്തരവ് ഭാഗികമായി സ്റ്റേ ചെയ്തുകൊണ്ടും കോളേജ് അധികൃതരുടെ നടപടിയെ നിശിതമായി വിമർശിച്ചുകൊണ്ടും വന്ന സുപ്രീം കോടതിയുടെ ഉത്തരവാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാവിഷയമാകുന്നത്. കഴിഞ്ഞ 4 വർഷമായി കോളേജിൽ വിദ്യാർത്ഥികൾ ഹിജാബ് ധരിക്കാറുണ്ടായിരുന്നുവെന്നും ഇതുവരെ ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ പെട്ടെന്നുണ്ടായതെന്നുമാണ് കുട്ടികൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കോടതിയിൽ ബോധിപ്പിച്ചത്. ശേഷം സുപ്രീം കോടതി ഈ കേസിൽ സുപ്രധാനമായ ചില ചോദ്യങ്ങൾ ഉയർത്തിക്കാട്ടുകയായിരുന്നു. കോളേജ് അധികൃതരുടേത് സെലക്റ്റീവായ ഒരു നീക്കമാണെന്നും കുട്ടികൾ കുറിതൊട്ടു വരാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് പറയാമോ എന്നും പേരുകളിൽ നിന്ന് മതം വ്യക്തമാകില്ല എന്നും അതോ പേരുകൾ ഒഴിവാക്കി കുട്ടികൾക്ക് നിങ്ങൾ നമ്പറുകൾ നൽകുമോ എന്നും കുട്ടികൾ ഒരുമിച്ച് പഠിക്കട്ടെ എന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിരീക്ഷിച്ചു. 2008 മുതൽ പ്രവർത്തിക്കുന്ന കോളേജിൽ ഈ അടുത്ത കാലത്ത് മാത്രം ഇത്തരം ഉത്തരവിറക്കാൻ കാരണമെന്താണെന്നാണ് ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് സഞ്ജയ് കുമാർ ആരാഞ്ഞത്. പെൺകുട്ടികൾ എന്ത് ധരിക്കണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അത് ധരിക്കണം, ഇത് ധരിക്കരുതെന്ന് തിട്ടൂരമിറക്കിയിട്ട് ലിംഗനീതിയെക്കുറിച്ച് പ്രസംഗിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്നും ജഡ്ജി ചോദിച്ചു. അതേസമയം മുഖം മറയ്ക്കുന്ന നഖാബുകൾ വിലക്കിയത് സ്റ്റേ ചെയ്യുന്നില്ലെന്നും കോടതി പറഞ്ഞിരുന്നു.